നമസ്കാരം 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 എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നടന്ന ബെനിഫിക്ക സ്റ്റേഡിയവും അതുപോലെ തന്നെ അവരുടെ മ്യൂസിയത്തിലേക്കും ആണോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനെന്നുള്ളത് സാന്റാപോണിയയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ സാന്റാപോണിയ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെട്രോന് വേണം പോവാനായിട്ട്. യൂറോപ്യൻസ് എന്ന് പറഞ്ഞാല് ഈ യൂറോപ്യൻസിന് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്തൊരു ലഹരിയാണല്ലോ. കാര്യം ചാമ്പ്യൻസ് ലീഗ് ഫൈനലി മിനിയാന്നാണ് ഫൈനൽ കഴിഞ്ഞത്. അപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഫൈനലി ലിസ്ബണിലാണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതുള്ള ഒരുക്കങ്ങളായിരുന്നു. എപ്പോഴും ഇതൊന്നും പൊളിച്ച് മാറ്റിയുള്ളത് കണ്ടില്ലേ? ഇവിടുത്തെ സ്ട്രീറ്റുകളുടെ ഒരു ഇത് കണ്ടില്ല, നല്ല വലിയ കപ്പും ബാനറും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇതൊക്കെ എടുത്ത്. ചാമ്പ്യൻസ് ലീഗ് മാത്രമല്ല കേട്ടോ, ബാക്കി ഏത് ഫുട്ബോൾ മത്സരങ്ങളായാലും ഇവിടെ ഇതുപോലെയൊക്കെ തന്നെയാണ്. വൻ ആഘോഷങ്ങളായിരുന്നു. അപ്പോൾ മിനിയാന്ന വൻ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് കണ്ടില്ലേ സ്ട്രീറ്റ് മുഴുവനും. അപ്പോൾ നമുക്ക് ഇന്ന് പോകേണ്ടത് സാന്റാപോണിയ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ ബെനിഫിക്ക സ്റ്റേഡിയം ഇരിക്കുന്നത് കൊളോജിയൽ മിലിറ്ററിയിലാണ്. അപ്പോൾ കൊളോജിയൽ മിലിറ്ററിയിൽ നിന്നാണ് മേലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ സാന്റാപോണിയ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എന്തായാലും ഞാൻ മാസ്ക് നോക്കട്ടെ, ട്രെയിനിലൊക്കെ പോകുമ്പോൾ മാസ്ക് നോക്കണം. അപ്പോൾ ഇവിടുത്തെ മെട്രോന് രണ്ട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇവിടുത്തെ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് മെട്രോയാണ്. അപ്പോൾ ഇതൊരു വലിയ സ്റ്റേഷനാണ്. ഇതേ ട്രെയിൻ സ്റ്റേഷൻ, ഇത് റെയിൽവേ സ്റ്റേഷനാണ്, നോർമൽ ട്രെയിൻ. അതുപോലെ തന്നെ അതിലേക്കൂടി താഴത്തേക്ക് പോകണം മെട്രോ. വേണ്ട മെട്രോൻ്റെ സിമ്പിൾ വേണ്ട. അപ്പോൾ എന്തായാലും ഇനി മെട്രോൻ്റെ പ്ലാറ്റ്ഫോമിൽ കാണാം. ജസ്റ്റ് മിസ് കേട്ടോ, നമ്മൾ വന്നപ്പോഴേക്കും മെട്രോ പോയി. സാറില്ല, നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം. ഇനി ട്രെയിൻ വരാനായിട്ട് 6 മിനിറ്റും 50 സെക്കൻഡും ഉണ്ട്. അതാണ് ആ ഡിസ്പ്ലേ ചെയ്തേക്കണം കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കുന്ന സമയം ഉണ്ടോ. അപ്പോൾ അതുവരെ എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പം ഇനി കൊളേജിയൽ മിലിറ്ററിയിലേക്ക് വെച്ച് കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ കൊളേജിയൽ മിലിറ്ററിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 2 വഴിയുണ്ട്. ഒരു വഴി അങ്ങോട്ടുണ്ട്, ഒരു വഴി ഇങ്ങോട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഈ വഴിയാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയ മാളുണ്ട് കേട്ടോ, കൊളംബോ മാള്. ആ കൊളംബോ മാളിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. കൊളംബോ മാളൊക്കെ പുറത്ത് ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. വാ. അപ്പോൾ അതേ നമ്മൾ കൊളംബോ മാളിൻ്റെ ഫ്രണ്ടിലെത്തിയേക്കണേ കേട്ടോ. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് കൊളംബോ മാള്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ മാളാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ലിസ്ബണിൽ തന്നെ ഏറ്റവും വലിയ മാളാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ്, തൊട്ട് അടുത്ത് തന്നെയാണ്. ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ സ്റ്റേഡിയവും. അതായത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും സ്റ്റേഡിയം. കണ്ടില്ലേ? സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ചെറുതായിട്ട് ഡിസൈനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റേഡിയത്തിലേക്ക് പോവാം. അപ്പോൾ ഈ വഴിയാണ് സ്റ്റേഡിയത്തിലൊന്നും നടക്കേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പയ്യെ നടക്കാം. അപ്പോൾ നമ്മൾ ബെനിഫിക്ക സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയേക്കണേ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലുള്ളൊരു സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കണ്ടില്ലേ? ഇവിടെ ഒരുപാട്
അപ്പോൾ കുട്ടികളുടെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് കേട്ടോ. ഭാവിയിലെ ക്രിസ്ത്യാനോ റൊണാൾഡോവും അതുപോലെ തന്നെ നെയ്മറും മെസ്സിയൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൺ സെറ്റപ്പാണ്. ബെൻഫിക്ക അക്കാദമിയുടെ അണ്ടറിൽ കിടക്കുന്ന പരിശീലനം കേട്ടോ കാണുന്നത്. നല്ല രീതിയിൽ പേഴ്സണൽ ട്രെയിനറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചരിത്രം തന്നെയാണ് ആൾക്കാർക്ക്. അപ്പോൾ അത് കാണാനും അവരുടെ പരിശീലനത്തിന് വന്ന അവരുടെ റിലേറ്റീവ്സും ഫാമിലിയൊക്കെയാണ് നമ്മൾ ആ ഒരു ആൾക്കൂട്ടം കണ്ട്. നമുക്കിനി സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങും. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു നല്ല പരിചയമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാഗ്രസ് അതുപോലെ തന്നെ ഇതൊക്കെ ഷോപ്പുകളാണ്. ഓരോരോ ഗെയിംസ് ഇല്ലാത്ത കാരണം പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ബെൻഫിക്ക സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയേക്കാണ്. ഇതാണ് ബെൻഫിക്ക സ്റ്റേഡിയം കേട്ടോ. ഈ പ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലൊക്കെ നടന്ന ബെൻഫിക്ക സ്റ്റേഡിയമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ മത്സരം മാത്രമല്ല, 2014 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നടന്ന സ്റ്റേഡിയവും ഇത് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള സ്റ്റേഡിയം കേട്ടോ. അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ സൈഡിലൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഒരുപാട് ആളുകളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റാഫുകളുടെയൊക്കെ പേരുകളാണ് ഈ ബെൻഫിക്ക സ്റ്റേഡിയം പണിയുന്ന കാലത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അടിയിലും ടൈൽസിലും എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, സ്റ്റേഡിയം യൂറോപ്പിലെ തന്നെ ഏറ്റവും നല്ല മികച്ച സ്റ്റേഡിയത്തിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നതും ഈ സ്റ്റേഡിയത്തിന് തന്നെയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത് SUBOൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. പോർച്ചുഗീസുകാർക്ക് SUBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരം തന്നെയാണ്. SUBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസ് പ്ലെയർ ആയിരുന്നു, വൻ പ്ലെയർ. അതായത് ഇപ്പോഴത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ പോലെ പണ്ടത്തെ ലെജൻഡ് പ്ലെയർ ആയിരുന്നു SUBO. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണക്ക് വേണ്ടിയിട്ടാണ് SUBOൻ്റെ പ്രതിമ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള പ്രതിമ, SUBO ബോള് തട്ടുന്ന ഒരു പ്രതിമ. നമ്മൾക്ക് ഇനി സ്റ്റേഡിയം ടൂറിൻ്റെ ടിക്കറ്റ്സ് എടുക്കേണ്ടത് അവിടെ നിന്നാണ്. ബെൻഫിക്ക സ്റ്റോറിൽ നിന്നാണ് നമുക്ക് സ്റ്റേഡിയം ടൂറിൻ്റെ ടിക്കറ്റ്സ് എടുക്കേണ്ടത്. നമുക്കിനി സ്റ്റേഡിയം ടൂറിൻ്റെ ടിക്കറ്റ്സ് എടുക്കാനായിട്ട് പോകാം. വാ. അപ്പോൾ അതെ, ഇതിൻ്റെ അകത്തോട്ട് വരുമ്പില്ലേ ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ. നല്ല ചോർ ചിത്രങ്ങൾ. ഇത് കണ്ടില്ലേ, നല്ല കിട്ടില്ല ചിത്രങ്ങൾ. ബെൻഫിക്കയുടെ ചിഹ്നം തന്നെ, പരുന്തിൻ്റെ കണ്ടില്ലേ, നല്ല മനോഹരമായിട്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറവും ഇപ്പുറമായിട്ട് കേട്ടോ ഒരുപാട് ചിത്രങ്ങൾ രണ്ട് സൈഡുമായിട്ടും. ബെൻഫിക്കയുടെ നല്ല ഗോൾ സെലിബ്രേഷൻ, ആളുകളുടെ ആരവങ്ങൾ നല്ല രസമൊക്കെ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കിടിലല്ലേ, കിടില സാധനമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ അതെ ഇത് കണ്ടില്ലേ, ഇവിടെ ടിക്കറ്റ്സ് എടുക്കുന്ന കൗണ്ടറാണിത്. ബില്ലറ്റ് ഏരിയ ടിക്കറ്റ് എടുക്കുന്നതാണ്. സ്റ്റേഡിയത്തിൻ്റെ ഈ ചുറ്റുവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലട്ടാ, കിട്ടില്ലെന്നാണ്, കിട്ടിക്കാൻ സംഭവം. എന്നാലും നമുക്ക് മുന്നോട്ട് പോവാം. ബെൻഫിക്ക സ്റ്റോറ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഇതുണ്ടല്ലേ എൻ്റെ ബാക്കിൽ ബെൻഫിക്കയുടെ ഒരു വമ്പൻ സ്റ്റാച്ചു കേട്ടാ. കണ്ടില്ലേ, കിട്ടിക്ക് താനം ഇവിടെ കണ്ട. അതിൻ്റെ ഉള്ളിലും ഒരു സ്റ്റാച്ചു ഉണ്ട്, ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇത് കലക്കേട്ടാ. പരുന്തിൻ്റെ നല്ലൊരു വലിയ അടിപൊളി സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ട എമറേറ്റ്സ് ആണ് ഇതിൻ്റെ കോപ്പാർട്ടീസ്. അപ്പോൾ എമറേറ്റ്സിൻ്റെ ചിന്തകളാണ് കേട്ടോ മുഴുവനും ഇവിടെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫോർത്ത് ഗേറ്റ്, ഫോർത്ത് എട്ടിട്ട് ഓരോരോ ഗേറ്റ്സുകളാണ്. അപ്പോൾ ഒരുപാട് ഗേറ്റ്സുകളുണ്ട്. കാര്യം കണ്ടമാനം ആൾക്കാരുണ്ടാവില്ല കളി കാണാനായിട്ട്, ഒരുപാട് ആൾക്കാരുണ്ട് വരും. അപ്പോൾ അത് കാരണം അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. കണ്ടില്ലേ, എമിറേറ്റ്സിൻ്റെ നല്ലൊരു ബാനറുണ്ടോ, നല്ല ഹെവി ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബെൻഫിക്കയുടെ മാത്രം ബ്രാൻഡ് ഐറ്റംസാണ്. ടീ ഷർട്ട്, ഷൂസ്, ഫുട്ബോള്, അതുപോലെ ഇത് കണ്ടോ
നമ്മൾ ഈ കളിയൊക്കെ അടക്കുമ്പോൾ കഴിച്ചിട്ടുള്ള സാധനമില്ല ബെൻഫിക്കയുടെ അടിപൊളിയൊരു സാധനമാണ്. ഒരു ദിവസം കളി നടത്തുമ്പോൾ ഇത് വിചാരിച്ചാണ് ഇങ്ങനെ പൊക്കി പിടിക്കണം. ഇപ്രാവശ്യം ഞാൻ നടന്നില്ല, അത്രാവശ്യം ഒരു കളി നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാം. എന്തായാലും സംഭവമൊക്കെ പൊളിയാണ്. ഇവിടെ തന്നെ വെക്കാം, അവിടെ തന്നെ ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് സ്റ്റേഡിയം ടൂറിൻ്റെ ടിക്കറ്റ് എടുക്കണ കൗണ്ടർ അപ്പുറം ഉണ്ടാവും, അവിടെ ഉണ്ട്. നല്ല അടിപൊളി കൗണ്ടർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊന്ന് ഓടിച്ച് പരിചയപ്പെടാം. കാര്യം ഒരുപാട് സമയമില്ല, പെട്ടെന്നെല്ലാം തീർക്കണം. വാ. സ്റ്റേഡിയം ടൂറിൻ്റെ ഓഫീസ് ഇതാണ്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്. ഹലോ ഹലോ, കമ്മിങ് ഫ്രം ഇന്ത്യ. ടിക്കറ്റ് ഓക്കെ. അപ്പോൾ നമ്മൾ സാനിറ്റൈസറൊക്കെ ഇട്ട് കഴുകി സെറ്റാക്കി. അപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് പോകാം. അതെ, നമ്മുടെ മച്ചാൻ നമ്മുടെ വീടിന് കേട്ടോ. What's your name? Diogo. Diego. Yeah, my name is Diogo. Yeah. Diego. Of COVID, so it's only a bit. You can only see only the stand, and Okay. then we go see the eagles. You can touch the grass. Okay. To give some word for Benfica for the next season. And you see the eagles. അതായത് ഉണ്ടോ, അവിടെ ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട്. അതായത് സാഗ്രസ് ഇവിടുത്തെ ബിയറാണ് കേട്ടോ. അതെന്താ, അപ്പോൾ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടന്ന സ്റ്റേഡിയം ഇതുവഴിയൊക്കെയാണ് കളിക്കാരൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടോ. അപ്പൊ അതുപോലെ ഞാൻ വന്നിരുന്നാണ് മോനെ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ വ്യൂ കണ്ട. So the stadium has 65,000 seats. Okay, yeah. It's the biggest stadium in Portugal. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാല്ലേ. അതെ, ഇതാണ് കേട്ടാ ആ ലെജൻഡ് പ്ലേയേഴ്സ് ഒക്കെ കളിക്കുന്നത്. അപ്പൊ നമ്മുടെ SLB മാസ്ക് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, പിന്നെയും പോക്കറ്റിലായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു സ്വപ്നമല്ലേ. അപ്പൊ നമ്മളുടെ മുഖം കാണിച്ചിട്ട് തന്നെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ നോക്കി. ഞാൻ ഓൾമോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, നമുക്ക് ടച്ച് ചെയ്യാം. അങ്ങനെയുണ്ട്. അപ്പൊ ഇതാണ് കേട്ടാ ആ സ്റ്റേഡിയം. അപ്പോൾ 2014-ലും 2020-ലും ഫൈനലിൽ നടന്നു വെച്ചത് ഇവിടെ ഉണ്ടോ. In this goal, it was scored the two decisive goals of the Champions League finals that we had here in the stadium. The first one was scored by Sergio Ramos. The corner was taken up at that side, and he had the ball inside the goalie here inside this goal. And this year, Coman from Bayern Munich scored the goal there exactly as well, winning 1-0 against PSG. Okay, so the two winning goals of the Champions League here in the stadium, or the two of them here in this one, in this goalie. Okay. Okay. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ നടന്ന മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതിൽ ഗോൾ ചെയ്തത് ആ കോർണറിൽ നിന്നാണ് ആൾ ഗോൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ആൾ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ വേണ്ട ബെഞ്ച് കണ്ടോ അവിടെ. ആ ബെഞ്ചിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, കൊറോണ കാരണം അതെല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിൻ്റെ ഇത്ര ഉള്ളിൽ കാണാം. അല്ലെങ്കിൽ നമുക്ക് ആ ബെഞ്ചിലൊക്കെ പോയിരിക്കായിരുന്നു. Right now it's closed because of COVID. That's why you're wearing the mask. Okay. You'll come back and you'll do a better video. Okay. അപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് പുള്ളി വരാനാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയി കാണിച്ചു തരാമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാം. ഇത് കണ്ടോ, ഇത് ജീവനുള്ളതാണ് കേട്ടോ, സ്റ്റാച്ചു ഒന്നും അല്ല കേട്ടോ, ജീവനുള്ള പരുന്തുകളാണ്. ബെനിഫിക്കയുടെ ചിഹ്നം തന്നെ. അതിന് കുടിക്കാനൊക്കെ വെള്ളം വെച്ചേക്കണുണ്ടോ, തലക്കേലേ സംഭവം. അപ്പോൾ നനങ്ങളൊന്നുമില്ല കേട്ടോ, ആള് അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതെപ്പോഴും ഉണ്ടാവും, ഇത് കളി നടക്കുമ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. വേണ്ട ഗോൾ പോസ്റ്റ്. ഓക്കെ. Here in Benfica, every single home game, the eagle will fly around the stadium and then she lands in the structure in the middle of the field, okay? The structure looks a bit like this, so when she lands, she completes the logo, okay? She leaves from the top over there where you have no chairs. This is where she leaves for the starting of the flight, okay?
അതെ, അപ്പോൾ ഈ 3 പരുന്തുകൾ പേരുണ്ട് കേട്ടോ. 3 ഗേൾസാണ്. അപ്പോൾ വിക്ടോറിയ, ഗ്ലോറിയ, ലൂയിസ്, അങ്ങനെയാണ് പേര്. കളി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഈ പരുന്ത് പറഞ്ഞത് ആ റൂഫിൻ്റെ ടോപ്പിൽ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇത് കളി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. So the eagle will lift up from that part of the stadium over there, and then she lands in a structure in the middle of the field. Okay. This happens in every single Benfica home game. Okay. If it's a big game or a small game, this will happen all the time. This one, you already told the names? Yeah. Okay. So this one is Victory, Glory, and White. Yeah, Victory is the most well known. Glory is the oldest, and White is the youngest. She's 9 years old. Okay. And this is it. They lived through 50 years, so we're gonna have a lot of time with them here. അതേ അത് കണ്ടോ, ഇതവിടെ ഒരു ചെറിയ കിളിവാതിൽ പോലെ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കമ്പനികൾ, ഓരോരോ കമ്പനികൾ ബൈ ചെയ്യാനാണ് കേട്ടോ ഈ സ്റ്റേഡിയത്തിൽ. ആ സീറ്റുകൾ പെർമനൻ്റ്ലി ആയിട്ട് കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ ആ കമ്പനികളുടെ ഇവിടെ മാച്ച് നടക്കുമ്പോൾ ആ കമ്പനികളുടെ എംപ്ലോയീസിനും അവർക്കൊക്കെ വേണ്ടിയിട്ട് VIPസിനും വേണ്ടിയിട്ട് വാങ്ങുന്നൊരു സംഭവമാണ്. ഞാനും ആലോചിക്കാനുണ്ടായിരുന്നു എന്താണ് ആ കിളിവാതിൽ. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് അത് കമ്പനികൾ വാങ്ങുന്നതാണ്. അപ്പോൾ എന്തായാലും സ്റ്റേഡിയം ഇത്ര ഉള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? അപ്പോൾ താങ്ക് യു. അപ്പോൾ പുള്ളിനോടെല്ലാവരും നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകാം. ഇനി മ്യൂസിയമുണ്ട്, കുറേ കപ്പും പിന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ജേഴ്സിയും അതൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സമയമുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റേ ഉള്ളൂ ഈ ടൂർ സ്റ്റേഡിയം കാണാനായിട്ട്. ഇപ്പം കൊറോണ തയ്യാറാണ്. അപ്പം എന്തായാലും പുറത്തോട്ടിറങ്ങാം. പുള്ളിക്കും പോകണം. അടുത്ത ഒരുപാട് ആൾക്കാർ, ഏകദേശം 200 ആൾക്കാരോളം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും പുറത്തേക്ക് പോവാം. ഓക്കെ, ബൈ. Thank you very much. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ പുറത്തിറങ്ങിയിട്ടാ. ഇങ്ങനെ ഉണ്ടായിരുന്നു, പൊള്ളിയായിരുന്നില്ലേ സ്റ്റേഡിയത്തിനുള്ളിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചാൽ അടിപൊളി സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളൂ കേട്ടോ. കാര്യം ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റേഡിയം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളുള്ളത് മ്യൂസിയമാണ്. നമുക്കിനി മ്യൂസിയം കാണാനുണ്ട്. മ്യൂസിയം എന്ന് പറഞ്ഞൊരു വെച്ചില് മ്യൂസിയം ഉണ്ടോ, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ.